കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വർഗീയത മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചു. BJP ഹിന്ദുത്വ വർഗീയതയാണ് ഉദ്ദേശിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. മുസ്ലിം BJP ആണ് മുസ്ലിം ലീഗ്, മുസ്ലിം BJP ആണ് മുസ്ലിം ലീഗ്. ആർക്കാണ് അതിൽ സംശയം? BJP ഹിന്ദുത്വ ശക്തികളെ എങ്ങനെയാണോ ഉത്തേജിപ്പിക്കുന്നത്, അവരെ എങ്ങനെയാണോ എൻകറേജ് ചെയ്യുന്നത്, സമാനമായ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ ഉപയോഗിച്ച് മുസ്ലിം വർഗീയതയ്ക്ക് വിളിക്കുന്നു മുസ്ലിം ലീഗ്. അല്ല എങ്കിൽ ഇടതുപക്ഷത്തെ എന്തിനു നിങ്ങൾ ഹിന്ദുത്വ പാർട്ടി എന്ന് കുത്തരകുത്തി തെറ്റിദ്ധരിപ്പിച്ചു? മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM എന്ന് നിങ്ങൾ എന്തിന് പ്രചരിപ്പിച്ചു? കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കോ? കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുമോ? സംഘി എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കളെ ആർജിച്ചു കാണിക്കാൻ നിങ്ങൾ ശ്രമിച്ചതുപോലെ കോൺഗ്രസിലെ KC വേണുഗോപാലിനെ, സതീശനെ നിങ്ങൾ അങ്ങനെ ഒരു ചാപ്പകുത്തി മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുമോ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്താണ് വിയോജിപ്പ്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിൽ ചെയ്തു എന്ന് പറയുന്ന അപരാധം? മുസ്ലിങ്ങൾക്കെതിരായി എന്ത് ചെയ്തു? ഇസ്ലാമിനെതിരായിട്ട് എന്ത് ചെയ്തു? ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകളും ആ ഒരു തിട്ടൂരം അവർ പ്രചരിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യമായപ്പോഴാണ് എങ്കിൽ ഇവരുടെ തിട്ടൂരമില്ലാതെ, ഇവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇസ്ലാമിൽ പ്രവർത്തിക്കാൻ പറ്റുമോ, ഒരു മുസ്ലിമാകാൻ പറ്റുമോ എന്ന് പാർട്ടിയിൽ മെമ്പർഷിപ്പെടുത്തുകൊണ്ട് ഞാനും ആ വിശ്വാസത്തിന് രൂപം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ പലരും ഈ രംഗത്തേക്ക് കൂടുതൽ പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളായിട്ടുള്ള പലരും ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ ലീഗ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് വന്നാൽ ആ സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കില്ല. ചവറ്റുകൊട്ടയിലേക്ക് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വലിച്ചെറിയും. ഞങ്ങൾക്ക് ഒരു കാവിയുടെയും ഒരു ലീഗ് ഓഫീസിന്റെയും അംഗീകാരം വേണ്ട. ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ, ഈ രാജ്യത്ത് ഹിന്ദുക്കളായിട്ട് ജീവിക്കണമെങ്കിൽ RSSന്റെ ഓഫീസിൽ നിന്നും BJPയുടെ ഓഫീസിൽ നിന്നും ദൂരം വേണം എന്ന് പറഞ്ഞാൽ പോയി പണിമുട്ടി എന്ന് പറയും ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളും. അതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ ഏതിന്റെ തിട്ടൂരം വേണം, ഏതിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്ന തീരുമാനത്തെ നമ്മൾ കാണാൻ മുസ്ലിം ലീഗ് സ്ഥാനം അടക്കി വെക്കുന്നു. എന്തിനാണത്? അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം മതസ്ഥാനവും ഇതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥാനവും ഒരുപോലെ തങ്ങളുടെ അധികാര വലയത്തിനുള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ സ്ഥാനം മതപണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കട്ടെ, ആത്മീയ നേതൃത്വം മതനേതാക്കന്മാർ കൈകാര്യം ചെയ്യട്ടെ. രാഷ്ട്രീയ നേതാക്കന്മാരല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. വിവരമുള്ള പണ്ഡിതന്മാരുണ്ട് മുസ്ലിം സമുദായത്തിൽ, സുന്നി വിഭാഗത്തിൽ. ആ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ആത്മീയ നേതൃ പദവികൾ നൽകട്ടെ, നിയമിച്ചു കൊടുക്കട്ടെ. അവര് ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യും. രാഷ്ട്രീയാധികാരവും പദാധികാരവും ഒരുമിച്ച് കൈയാളുക എന്നുള്ള മുസ്ലിം ലീഗിന്റെ ാണ് ഇത്തരം പദവികളിൽ ഉണ്ടാകണം എന്നുള്ള മോഹത്തിന്റെ പിന്നിൽ. അതിനുവേണ്ടിയാണ് വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്നവർ പറയുന്നത്. ഇപ്പോ എല്ലാ മുസ്ലിം മതസംഘടനകൾക്കും വഖഫ് ബോർഡ് ഓഫീസിൽ അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശമുണ്ട്. മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന സമയത്ത് നൂറുകണക്കിന് വിഭാഗക്കാരുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഈ സുന്നി വിഭാഗത്തിൽ തന്നെ തങ്ങളെ എതിർക്കുന്ന ലീഗ് വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കാരണം ഒരു കോട്ടയുണ്ട്, രണ്ടാളുകൾ, രണ്ട് മെമ്പർമാരെ മുൻപുള്ള വഖഫ് ബോർഡ് നിയമമനുസരിച്ച് വഖഫ് ബോർഡിലേക്ക് തെരഞ്ഞെടുത്തിരുന്നത് വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്ത കമ്മിറ്റികളിൽ നിന്നാണ്. ആ കമ്മിറ്റികളുടെ ഭാരവാഹികളാണ് വോട്ടർമാർ.
അപ്പൊ AK വിഭാഗത്തെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് തടയും. അവർക്ക് വോട്ടവകാശം കൊടുക്കില്ല. 2 മുത്തവല്ലി മെമ്പർമാർ തെരഞ്ഞെടുപ്പിലൂടെ വരും. ആ രണ്ടും കാലാകാലങ്ങളായി ലീഗിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളുടെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ എന്ത് ചെയ്തു? വഖഫ് ബോർഡിൽ എല്ലാ താല്പര്യമുള്ള ആളുകൾക്കും സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു. അതേ തുടർന്ന് മുത്തവല്ലി കോട്ടയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ലീഗ് അനുകൂലികൾ വരില്ലേ എന്ന് അവർ ശങ്കിച്ചു. അതാണ് ഈ ബോർഡിനെതിരായും സർക്കാരിനെതിരായും അവരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റിയാകട്ടെ, വഖഫ് ബോർഡാകട്ടെ, അതൊക്കെ തന്നെ ലീഗിന്റെ പാദസേവകർക്ക് മാത്രമായി റിസർവ് ചെയ്തു മുസ്ലിം ലീഗ്. ഇടതുപക്ഷം അതിൽ നിന്ന് ഈ സംവിധാനങ്ങളെ മുഴുവൻ മോചിപ്പിച്ചു, മൊത്തം മുസ്ലിം സമൂഹത്തിൻ്റെതാക്കി മാറ്റി ആ സംവിധാനം. ദേവസ്വം ബോർഡ് RSS വൽക്കരിച്ചാൽ, BJP വൽക്കരിച്ചാൽ എന്താണ് സംഭവിക്കുക? അതുതന്നെയാണ് വഖഫ് ബോർഡുകളും ഹജ്ജ് കമ്മിറ്റിയും ലീഗ് വൽക്കരിച്ചാലും നടക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്.